വളരെയധികം വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് കഴിക്കാം ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ രണ്ടും വീട്ടിലുണ്ടാക്കിയെടുത്ത സാധനമാണ്. ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബർഗറും അതേപോലെ തന്നെ KFC ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ്. വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഈ കുഞ്ഞു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളത് പറയാനുള്ളത്, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ സമയങ്ങളേണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് നീളത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സൈസ് വലുതാക്കി എടുക്കരുത്, ചെറുതാവാനും പാടില്ല. ഒരു മീഡിയം പരുവത്തിന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊട്ടാറ്റോ എല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് തിളച്ച് വെന്ത് പോകരുത്. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ കോരി മാറ്റാം. അപ്പോഴത്തേക്ക് തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ കോരി ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ നല്ലൊരു ടവലോ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇട്ട് നിരത്തി കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനായിട്ട് നമുക്കിതിനെ ഒപ്പിയെടുക്കണം. എന്നിട്ടാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം പിടിക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു തുണിയോ നല്ലൊരു തുണി എടുത്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ആ വെള്ളം മുഴുവനായിട്ട് ഒന്ന് ഒപ്പിയെടുക്കണം. തുണി നമുക്ക് അടിയിൽ മാത്രമല്ല മേൽഭാഗത്ത് കൂടി ഇതേപോലെ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ വെള്ളവും അത് വലിച്ചെടുക്കും. ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് എണ്ണ തിളച്ച് പോകരുത്. ചെറിയ ചൂടായ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും നമുക്ക് അതിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയം ഇട്ട് കളയരുത്. 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ, മാക്സിമം 2 മിനിറ്റ്, അതിൻ്റെ അപ്പുറം ഇടരുത്. അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരും. ആ തിളപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഇതിനെ അങ്ങ് എടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു തിളപ്പ് മതി. ഇനി ഇതിനെ നമുക്ക് കോരി ആദ്യം നമ്മളിട്ടതുപോലെ ഒരു തുണിയുടെ പുറത്തിട്ടിട്ട് ഇതിൻ്റെ ഓയിൽ മൊത്തം വലിച്ചെടുക്കുന്ന രീതിയിൽ നിരത്തിയിടാം. എന്നിട്ട് മേൽഭാഗത്തുകൂടി ഒരു തുണി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഈ പിടിച്ചിരിക്കുന്ന ഓയിൽ മൊത്തം അങ്ങ് ഒഴിവായി കിട്ടും. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഓയിൽ എല്ലാം ഈ തുണി വലിച്ചെടുത്താണ് നല്ല രീതിയിൽ തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതേ ഓയിൽ തന്നെ നല്ല രീതിയിൽ വെട്ടി തിളച്ച് കിടക്കുന്ന ഓയിലിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഏകദേശം വേണ്ടി വരും. അരമണിക്കൂർ വേണ്ടി വരില്ല, എന്നാലും ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയം വരെ നമ്മളൊന്ന് നോക്കിക്കൊണ്ടാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അതുവരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോഴത്തേക്ക് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കളറിൽ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കൂടി കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടി ടൊമാറ്റോ സോസ് വേണം. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്.
ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഉപ്പും ഒരു ശകലം മുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് സോസും നമ്മളുണ്ടാക്കിയത് തന്നെയാണ്. ഫ്രഞ്ച് ഫ്രൈസും അതിനകത്ത് മുക്കി കഴിക്കുന്നതിന് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.